പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഞാനിപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് 52001943 വരുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ് ഈ ഒരു ആംപ്ലിഫയറിൽ സബ്വൂഫറിനും ലെഫ്റ്റും റൈറ്റ് ചാനലിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു 2.1 ആംപ്ലിഫയർ നല്ല വർക്കിംഗ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വർക്കിംഗ്. സാധാരണ ഒരു അസംബ്ലി ആംപ്ലിഫയർ എത്രത്തോളം വർക്കിംഗ് ഉണ്ടാവും ആ മോഡലൊരു വർക്കിംഗ്. ഇത് റിമോട്ട് കിറ്റ് വെച്ചിട്ട് ചെയ്തതല്ല, റിമോട്ട് കിറ്റ് ഇല്ലാണ്ട് സാധാ മോഡലാണ് ഈ ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള 2 3-വേ സ്പീക്കർ ബോക്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേൾക്കാനൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സബ്വൂഫറിൻ്റെ ബോക്സും ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള 2.1 ആംപ്ലിഫയർ, അതുപോലെ തന്നെ 5.1 ആംപ്ലിഫയർ ഒക്കെ ആവശ്യമുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഇതൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് ലെഫ്റ്റും റൈറ്റും 100 വാട്ട്സ് ഏകദേശം ഉണ്ടാവും. സബ്വൂഫർ ഏകദേശം 200 വാട്ട്സും ഉണ്ടാവും ഈ ഒരു ആംപ്ലിഫയറിന്. 4 ohmsൽ. അപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ വിവരം അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.